നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെണ്ണുങ്ങൾക്ക് നല്ല അടിയുടെ കുറവുണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കുമല്ല കേട്ടോ. സ്വന്തം അധ്വാനത്തിൽ സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ടു പോരുന്ന അച്ഛനും അമ്മയ്ക്കും എപ്പോഴും താങ്ങും തണലുമായിട്ടുള്ള പെൺകുട്ടികൾ, അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ കൽപ്പുള്ള പെൺകുട്ടികൾ, നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ കുടുംബത്തിനകത്ത് ഒരു നല്ല വ്യക്തിത്വമായി മാറിയിട്ടുള്ള പെൺകുട്ടികൾ, പല കുടുംബത്തെയും ഉന്നതങ്ങളിൽ എത്തിക്കുന്ന പെൺകുട്ടികൾ, അങ്ങനെ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ ശക്തമായി നിന്നുകൊണ്ട് ഉയർത്തിയത് തന്നെയാണ് നമ്മുടെ ഈ നാട് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതൊരു സക്സസ്ഫുള്ളായ പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഏതൊരു സ്ത്രീയുടെ, അതായത് ഏതൊരു വഴിവിട്ട സ്ത്രീയുടെയും പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാകുമെന്ന് പറയുന്നതും സത്യം തന്നെയാണ്. ദേ ഇവിടെ കഴിഞ്ഞ ദിവസം 12 വയസ്സുകാരനായ മകനെ കാമുകൻ കടിച്ചു പറിച്ചപ്പോൾ അമ്മ കയ്യും കെട്ടി നോക്കി നിന്നു. രണ്ടുകൂടി അവന് കിട്ടട്ടെ എന്ന മട്ടിൽ അമ്മ നിൽക്കുകയാണ്. ആ 12-ാം വയസ്സുകാരനെ ആക്രമിച്ചതിൽ അമ്മയാണ് 1-ാം പ്രതി, കാമുകൻ 2-ാം പ്രതി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ എന്തൊക്കെയാകുമെന്ന് കണ്ടറിയാം. സമൂഹ മാധ്യമങ്ങളിൽ പരതിയപ്പോൾ അമ്മയുടെ പ്രൊഫൈൽ കിട്ടി. ആ പ്രൊഫൈലിലെല്ലാം സ്ത്രീ എന്ന അല്ലെങ്കിൽ യുവത്വത്തെ ആഘോഷിക്കുന്ന ഒരമ്മയുടെ സ്നേഹം മകനെ വാരിക്കോരി കൊടുക്കുന്ന വാക്കുകളിൽ സാഹിത്യം കലർത്തിക്കൊണ്ട് താനൊരു ബുദ്ധിജീവിയാണ് എന്ന് വായിക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിലും കൃത്യമായി തന്നെ മകനോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട്. ഒപ്പം ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്, മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്, ഇവൻ എത്ര വലുതായാലും എന്നെ കെട്ടിപ്പിടിച്ച് മാത്രമേ കിടക്കുകയുള്ളൂ. ഇവനെ ഞാൻ സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ല. സാരി ഉടുത്താൽ പറയും അമ്മ ഒരുപാട് പ്രായം തോന്നിക്കുമെന്നൊക്കെ പറയില്ലേ എന്നുള്ളതാ. ഇവനെ ഇനി കല്യാണം കഴിപ്പിച്ചാൽ എന്ത് ചെയ്യും? ഇവൻ ഒരുപക്ഷെ ഭാര്യയോടൊപ്പം എന്നെയും കിടത്തി അവൻ ഉറക്കുമായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുമായിരിക്കും. അത്രയ്ക്കും അവൻ എന്നോടുള്ള സ്നേഹം അത്രയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന പോസ്റ്റ് വരെയുണ്ട്. അത് വായിക്കുമ്പോഴേ അമ്മ മനസ്സിന്റെ അല്ലെങ്കിൽ അമ്മ മകൻ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ആ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാകുകയുള്ളൂ എന്നൊക്കെ തന്നെ പലരും പറയുന്നുണ്ട്. അതായത് മറ്റൊന്നും അമ്മയ്ക്ക് കാമുകനോടൊപ്പം ഒന്ന് സമയം ചെലവഴിക്കണം. അതിന് സ്നേഹനിധിയായ ഈ മകൻ ഒരു തടസ്സമാണ്. എന്നാൽ പിന്നെ അമ്മ തല്ലിയാലല്ലേ പാപമുള്ളൂ, അല്ലെങ്കിൽ മകനെ അമ്മ തല്ലിയാലല്ലേ നോവുകയുള്ളൂ, മറ്റൊരുത്തനെ കൊണ്ട് തല്ലിച്ചാൽ പിന്നെ സാരമില്ലല്ലോ എന്ന മട്ടിലായിരുന്നു പിന്നെ നടന്നത് എല്ലാം. പുരോഗമന ഇടങ്ങളിലെ ഗുൽമോഹർ പെൺ താരങ്ങൾ മുതൽ ആചാര അഗ്രഹാരങ്ങളിലെ പെൺസിംഹങ്ങൾ വരെ ഇവരുടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ആയിട്ടുണ്ട്. ഇവരുടെ പേര് കീവേഡ് വെച്ച് സെർച്ച് ചെയ്താൽ വരുന്നത് അത്രയും അമ്മയും മകൻ ഫ്രണ്ട്ലി പോസ്റ്റുകളാണ്. ആ കുഞ്ഞിനെ വെച്ച് സ്ത്രീപക്ഷവാദം വെച്ച് ഒക്കെ സോഷ്യൽ മീഡിയ താരമായി മാറിയ സ്ത്രീ ആണ് എന്ന് തോന്നുന്നു. മിക്ക പോസ്റ്റുകളിലും പലരും ലൈക്കും കമന്റും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. ആരും കരുതിയില്ലല്ലോ ഇത്രയും മകനെ കുറിച്ച് എഴുത്തിടം നിറച്ചു വെച്ച ഒരു സ്ത്രീയിൽ നിന്ന് ഇങ്ങനെയൊരു കൊടും ക്രൂരത. അഞ്ജു പാർവതി പ്രവീഷിന്റെ പോസ്റ്റ് ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ആ പോസ്റ്റിന്റെ ബാക്കി രൂപം ഒന്ന് വായിക്കാം. എന്നിരുന്നാൽ ഇപ്പോൾ അവരുടെ സൗഹൃദത്തിലുള്ള എന്റെയും സുഹൃത്തുക്കൾ ഫോളോ ചെയ്യുന്ന അവരുടെ സൗഹൃദങ്ങളോടുകൂടെയായിട്ടാണ് പറയുന്നത്, ഇവരെ പോലെയുള്ള ഹിപ്രോക്രാറ്റിക് സൈക്കോ ഡ്രാമ ക്യൂനുകളിൽ നിന്ന് മാറി നടക്കുക എന്നത് ഒരു ധർമ്മമാണ്. അതൊരർത്ഥത്തിൽ ആ കുഞ്ഞിന് നമുക്ക് നൽകാൻ കഴിയുന്ന പിന്തുണ കൂടിയാണ്. ടോക്സിക് മൈൻഡ് സെറ്റ് ഉള്ളവരിൽ നിന്ന് മാറി നടന്നേക്കുക. 37 വയസ്സുള്ള സ്ത്രീക്ക് 24 വയസ്സുള്ള പയ്യനോട് പ്രണയം തോന്നിയതോ അവർ ഒരുമിച്ച് ലിവിംഗ് ടുഗദർ ആയതോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ ടോക്സിക് മൈൻഡ് സെറ്റ്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. എന്നാൽ സ്വന്തം കുഞ്ഞിനെ മറ്റൊരുത്തൻ തല്ലുന്നത് നോക്കി നിന്ന അത് നോർമലൈസ് ചെയ്ത മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതാണ് ടോക്സിസിറ്റി. ഇത് കേവലം ഊഹാപോഹങ്ങൾ വെച്ചുണ്ടായ ഒരു കേസല്ല. ആ കുഞ്ഞിന്റെ മൊഴിയിലുണ്ട് എല്ലാം. ഇതൊരു കാമുകൻ മാത്രം ചെയ്തതല്ല. മുമ്പത്തെ സൗഹൃദത്തിൽ നിന്നും ഈ കുട്ടിക്ക് സമാന അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. അത് കുട്ടി ന്യൂസ് റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി മാപ്ര പ്രയോഗത്തിലെ ചില ടോക്സിക് ശൈലിയെ കുറിച്ച് നോക്കാം. അമ്മയുടെ ആൺ സുഹൃത്ത്, മുത്തശ്ശിയുടെ ആൺ സുഹൃത്ത്, പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് എന്നിങ്ങനെ പല മാധ്യമങ്ങളും അവിഹിത ബന്ധങ്ങളിലെ ആളിടപെടലുകൾക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് കാരണം നഷ്ടമായത് സുഹൃത്ത് എന്ന വാക്കിന്റെ നന്മയാണ്. സ്വന്തം രക്തത്തെ അടുത്തൊരുവൻ തല്ലിയാലും കുഴപ്പമില്ല, അവനൊപ്പം കിടക്ക പങ്കിടണം എന്ന് ചിന്തിക്കുന്നത് എന്ത് തരം സൗഹൃദമാണ്? ഭർത്താവിനെ ഉറക്കി അന്യന് കിടപ്പറ തുറന്നു കൊടുക്കുമ്പോൾ അകത്ത് കയറുന്നവൻ സുഹൃത്ത് അല്ല, മറിച്ച് ജാരനാണ്. മറ്റൊരുവളുടെ ദാമ്പത്യം അറിഞ്ഞുകൊണ്ട് തകർത്ത് അവളുടെ ഭർത്താവിനെ കാമിക്കുമ്പോൾ അവൻ സുഹൃത്ത് അല്ല, മറിച്ച് കള്ളക്കാമുകനാണ്. സുഹൃത്ത് എന്ന വാക്കിനെ വേണ്ടാത്തിടത്ത് ഉപയോഗിക്കുമ്പോൾ നഷ്ടമാവുന്നത് സൗഹൃദമെന്ന വാക്കിന്റെ മഹത്വമാണ്.
ജാരന്മാർക്കും കള്ളന്മാർക്കും ഗുൽമോഹർ സെറ്റപ്പ് ടീമുകൾക്കും ദയവായി സുഹൃത്ത് എന്ന വാക്ക് നൽകാതിരിക്കുക. ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ബെസ്റ്റി എന്ന ന്യൂജൻ വാക്ക് നൽകുക. ഇഷ്ടക്കാരന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ തല്ലുന്നത് തടയാതെ നോക്കി നിന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ വെച്ച് നോക്കുമ്പോൾ സരസു ചേച്ചിയൊക്കെ എത്ര കുലീനയാണ് എന്നല്ലേ നമുക്ക് പറയാനാവും. സരസു എന്ന് ഉദ്ദേശിച്ചത് മീശമാധവൻ സിനിമയിലെ സരസുവിന്റെ തന്നെയാണ്. എന്തായാലും ഈ യൂട്യൂബറും ഇൻഫ്ലുവൻസറും ഒക്കെ തന്നെ ആയിട്ടുള്ള ഈ അമ്മ അല്ലെങ്കിൽ അമ്മ എന്ന വാക്ക് ഒരിക്കൽ പോലും ആ സ്ത്രീയെ വിളിച്ച് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ കുട്ടിയുടെ ദേഹത്തുണ്ടാകുന്ന പാടുകൾ തന്നെയാണ്. ലിസി ആശുപത്രിയിൽ കുട്ടി ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെന്റലി കുട്ടി തകർന്നു പോയ അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ ഭർത്താവാണ് കുട്ടിയുടെ ഈ ഒരു ദുഃഖം അറിഞ്ഞ് കുഞ്ഞമ്മയാണ് വിളിച്ച് അറിയിച്ചത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 37 വയസ്സുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ഒരു സോഷ്യൽ മീഡിയ ചാനലിലടക്കം കുട്ടികൾക്ക് എങ്ങനെ നല്ലൊരു പാരന്റിങ് എങ്ങനെ നടത്താമെന്ന് അഭിമുഖമടക്കം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ പുറത്ത് കാണിക്കുന്നതൊന്ന് അകത്ത് മറ്റൊന്നുമാണല്ലോ ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും കിടപ്പുമുറിയിൽ നിന്ന് മാറ്റാത്തതിനെ തുടർന്ന് 12 വയസ്സുകാരനായ കുട്ടിയെ ദേഹോപദ്രവം ചെയ്തതിൽ അമ്മയാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി യൂട്യൂബ് ചാനലിലെ ജീവനക്കാരനാണ്. FIR-ൽ ഗുരുതര പരാമർശമാണ് ഉള്ളത്. രണ്ടാം പ്രതി ജോലി ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലിലാണ്. 8ാം ക്ലാസ്സിലാണ് ഇരയായ കുട്ടി പഠിക്കുന്നത്.